ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 2 ശ്ലോകം 8. നിഷ്കാമം നേതസ്വധർമ്മചരണം യൻ കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ തത്വാവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ശ്രീഹരേ നമ. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത് കർമ്മയോഗാഭിധം. ഫലമാഗ്രഹിക്കാതെ ചെയ്യുന്ന നിത്യ നൈമിത്തികങ്ങളായ വിധിപ്രകാരമുള്ള സ്വധർമ്മ അനുഷ്ഠാനമെന്ന യാതൊന്ന് കർമ്മയോഗമെന്ന് പറയപ്പെടുന്നുവോ ദൂരേത്യ ഫലം, അത് വളരെ കാലം കഴിഞ്ഞ് മാത്രം ഫലം നൽകുന്നതാകുന്നു. പുനഃ യത് ഔപനിഷദ ജ്ഞാനോപലഭ്യം, പിന്നെ ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടുന്ന തത്വജ്ഞാനമാകട്ടെ തത്തു അവ്യക്തതയാ, ഇനിയും പ്രത്യക്ഷമല്ലാത്തത് മൂലം ചിത്തസ്യ സുദുർഗമതരം, മനസ്സിനെ പിടികിട്ടാൻ പ്രയാസമേറിയതാണ്. ഹേ വിഭോ തസ്മാത് പ്രേമാത്മക ഭക്തിയേവ. ഹേ വിഭോ, അതുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പ്രേമാത്മക ഭക്തി തന്നെയാണ് സതതം സ്വാദീയസി ശ്രേയസി, എപ്പോഴും അതിമധുരവും ശ്രേയസ്കരവുമായിട്ടുള്ളത്. കർമ്മജ്ഞാന യോഗങ്ങൾ ദൂരേത്യ ഫലവും സുദുർഗതരവുമാണെന്ന് പറഞ്ഞ ഈ പദ്യം കൊണ്ടാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഹരി ഓം. ഭഗവാൻ നിത്യവും ഹേതുവുമായ കർമ്മയോഗ ധർമ്മത്തിന്റെ ഫലപ്രാപ്തിക്കുള്ള ആഗ്രഹം കൂടാതെയുള്ള ആചരണം മിക്കവാറും അസാധ്യം തന്നെയാകുന്നു. ഉപനിഷത്തുകളിൽ വിശദീകരിച്ചിട്ടുള്ള ബ്രഹ്മജ്ഞാനം കൊണ്ട് നേടേണ്ടതുമായ പരമപദമാകട്ടെ എല്ലാ വശങ്ങളിലും അവ്യക്തമായിരിക്കുന്നതിനാൽ ഹൃദയത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്തതുമാകുന്നു. ഹേ സർവശക്തനായ മഹാവിഷ്ണു, അക്കാരണത്താൽ അങ്ങയിൽ പ്രേമ രൂപത്തിലുള്ള ഭക്തി എപ്പോഴും മധുരതരവും ശ്രേയസ്കരവുമാണ്. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം. നിഴൽ നാരായണീയം എന്ന ബുക്കിലെ ശ്രീഹരി തിരുമേനിജി എഴുതിയ 4 വരി ഇവിടെ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. നിഷ്കാമമായി കർമ്മയോഗ ധർമാചരണം അസാധ്യം ബ്രഹ്മജ്ഞാനപാദമാഹോ ഏറെ ദുഷ്കരം. പ്രേമഭാവം നിറയുന്ന ഭക്തിയെന്നും ശ്രേയസ്കരം മധുരതരവുമെന്നു അറിയുന്നു ഞാൻ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. ബൃഹസ്തോത്ര രത്നാകരത്തിലെ സങ്കടനാമാഷ്ടവും കൂടി ഇവിടെ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ആനന്ദകാനരേ ദേവി സങ്കടാനാമ വിസ്മൃത വീരേശ്വരോത്തരേ ഭാഗേ പൂർവം ചന്ദ്രേശ്വരസ്യ ജാ. ശൃണുനാമാഷ്ടകം തസ്യാഃ സർവസിദ്ധികരം നൃണാം സങ്കടാപ്രഥമം നാമ ദ്വിതീയം വിജയാ തഥാ തൃതീയം കാമദാ പ്രോക്തം ചതുർത്ഥം ദുഃഖഹാരിണി ശർവാണി പഞ്ചമം നാമ ഷഷ്ഠം കാർത്യായനി തഥാ സപ്തമം ഭീമനയന സർവരോഗഹരാഷ്ടമം നാമാഷ്ടകമിദം പുണ്യം ത്രിസന്ധ്യം ശ്രദ്ധയാന്യത യ പഠേൽ പാഠേദ്വാപി നരോ മുച്ഛേദ സങ്കടാൽ. ഓം ശ്രീ മഹാദേവി നമ. ശ്ലോകം 1 ലളിതാർത്ഥം.
വീരേശ്വരത്തിന്റെ വടക്കുഭാഗത്തായും ചന്ദ്രേശ്വരത്തിന്റെ കിഴക്കുഭാഗത്തായും സ്ഥിതി ചെയ്യുന്ന ആനന്ദകാനനത്തിൽ സങ്കട എന്ന് പേരായ ദേവി ഭവിക്കുന്നു. 2, 3, 4 ശ്ലോകം ഒരുമിച്ച് ലളിതാർത്ഥം. ആ ദേവിയുടെ 8 നാമങ്ങളെയും കേട്ടുകൊള്ളുക. അത് മനുഷ്യർക്ക് എല്ലാ സിദ്ധികളെയും നൽകുന്നതാകുന്നു. സങ്കട എന്ന് 1-ാമത്തെ നാമം, വിജയ എന്നത് 2-ാമത്തെ നാമം, കാമ എന്നത് 3-ാമത്തെ നാമം, ദുഃഖഹാരിണി എന്നത് 4-ാമത്തെ നാമം, ശർവാണി എന്നത് 5-ാമത്തെ നാമം, കാത്യായിനി എന്നത് 6-ാമത്തെ നാമം, ഭീമനയന എന്നത് 7-ാമത്തെ നാമം, സർവരോഗ ഹര എന്നത് 8-ാമത്തെ നാമങ്ങളും. സങ്കടാദേവി എന്ന് പറഞ്ഞിരിക്കുന്നത് 10 ഭുജങ്ങളുള്ള ഭദ്രകാളി ദേവിയെയാണ്. സർവം ശ്രീ മഹാദേവി സമർപ്പയാമി. ഹരി ഓം.